ലോകം മുഴുവൻ വിശ്രുതി നേടിയ സുവിശേഷ പ്രഭാഷകനുമായ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിലെ നാഗാലാൻഡിൽ നടന്ന സുവിശേഷ മഹായോഗത്തിൽ സംബന്ധിക്കുവാൻ കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ച സംഭവം ഇപ്പോൾ അതിശക്തമായ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരിക്കുകയാണ്. നാഗാലാൻഡിലെ കൊഹിമയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെയും ബില്ലി ഗ്രഹാമിന്റെ നാഗാലാൻഡ് സന്ദർശനത്തിന്റെയും 50ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം 30ാം തീയതി നടത്തിയ ബൃഹത്തായ സംയുക്ത റിവൈവൽ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ അതിഥിയായി പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചത്. 90%-ലധികം ക്രൈസ്തവ വിശ്വാസികളുള്ള നാഗാലാൻഡിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും BJPയും ചേർന്നാണ് ഭരിക്കുന്നത്. എന്നിട്ടും ഇന്ത്യ അടക്കമുള്ള ലോകമെങ്ങുമുള്ള രാഷ്ട്രങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിലേക്ക് വിസ നിഷേധിച്ച സംഭവത്തിന്റെ കാര്യങ്ങളോ കാരണങ്ങളോ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ മുൻപ് ഇന്ത്യയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മൃഗബലി നരബലി അടക്കമുള്ള കാര്യങ്ങളെ വിമർശിച്ച് സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ വരവിനെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം ഇന്ത്യയിലെ ജനങ്ങളെ മതപരിവർത്തനത്തിന് വിധേയരാക്കാനാണെന്നുള്ള തികച്ചും ബാലിശമായ 2 കാരണങ്ങൾ ഉയർത്തിയാണ് വിസ നിഷേധിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല 2019-ൽ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ നടന്ന നിരന്തരമായ ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ നിർണായകമായ ഒരു പ്രസ്താവന നടത്തുകയും അന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന ട്രംപുമായി മോദി അക്കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടെന്നും ഫ്രാങ്ക്ലിൻ ഗ്രഹാം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നാഗാലാൻഡിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളും മറ്റ് പാർട്ടികളുമെല്ലാം ഈ കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും 30,000 പേരോളം ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നിട്ടും അതനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ആശങ്കപ്പെടുത്തുകയാണെന്നും ഭരണകക്ഷിയായ NPP വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിശക്തമായ 2 ക്രൈസ്തവ സമൂഹങ്ങളാണ് കത്തോലിക്ക സഭയും ഇവാഞ്ചലിക്കൽ സഭയും. അതിൽ ഇവാഞ്ചലിക്കൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം. നാഗാലാൻഡിലേക്ക് ക്ഷണിക്കപ്പെട്ട റവറൻഡ് ഗ്രഹാമിന്റെ സന്ദർശനം തടയപ്പെട്ടത് വലിയ നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയ NPP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PK ജെയിംസ് സംഗമ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയത് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ സന്ദർശനം നാഗാ ജനതയ്ക്കും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും ആത്മീയ നവീകരണത്തിന്റെയും ഐക്യത്തിന്റെയും അവസരമായിരുന്നുവെന്നും ഈ പരിപാടി നടന്നിരുന്നുവെങ്കിൽ പ്രദേശത്ത് സമാധാനം, അനുരഞ്ജനം, സാമൂഹിക ഐക്യം എന്നിവ ശക്തിപ്പെടുത്തുമായിരുന്നുവെന്നും ഈ തീരുമാനം പുനഃപരിശോധിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ മത സ്വാതന്ത്ര്യത്തോടും സർവ്വമത സഹിഷ്ണുതയോടുമുള്ള പ്രതിബദ്ധത ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിക്കാനാകുകയുള്ളൂവെന്നും നാഗാലാൻഡിലെയും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെയും ക്രൈസ്തവ സമൂഹത്തിന് അത് വലിയ ആശ്വാസം പകരുമായിരുന്നുവെന്നും ജെയിംസ് സംഗമ കത്തിൽ കുറിച്ചു.